ഇന്ന് ജൂലൈ 31. ഇന്ന് രാത്രിയും നാളെയുമായിട്ടുള്ളതടക്കമുള്ള ഈ ആഴ്ചത്തെ OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച കോമഡി മലയാളം ചിത്രമാണ് സൂപ്പർ സിന്ദഗി. നേരത്തെ TV റിലീസ് ചെയ്ത ഈ സിനിമ നാളെ ആഗസ്റ്റ് 1 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസാകും. സുരഭില സുന്ദര സ്വപ്നം എന്നൊരു മലയാളം സിനിമയും നാളെ ആഗസ്റ്റ് 1 സൺ നെക്സ്റ്റിലൂടെ മലയാളത്തിൽ OTT റിലീസാകുന്നതാണ്. ആവറേജ് ബിലോ ആവറേജ് അഭിപ്രായം നേടിയ നിതിൻ നായകനാകുന്ന ആക്ഷൻ തെലുങ്ക് ചിത്രമാണ് തമ്മുടു. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിയോടെ ആഗസ്റ്റ് 1 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസാകും. നവീൻ ചന്ദ്ര അഭിനയിക്കുന്ന ഷോർട്ട് ടൈം എന്ന തെലുങ്ക് ത്രില്ലർ ചിത്രം കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളിലും കൂടെ OTT റിലീസായിട്ടുണ്ട്. അടുത്തത് നല്ല അഭിപ്രായമൊക്കെ നേടിയ ഫാമിലി ഡ്രാമ തമിഴ് ചിത്രമാണ് 3BHK. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഗസ്റ്റ് 1 സിംപ്ലി സൗത്തിലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസാകും. സിംപ്ലി സൗത്ത് കൂടാതെ സിനിമ ആമസോൺ പ്രൈമിലും കൂടെ നാളെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും കൂടെ OTT റിലീസാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടും കൂടെ പുറത്തു വരുന്നുണ്ട്. അമീർ ഖാന്റെ സിത്താരെ സമീൻ പർ എന്ന ഫാമിലി സ്പോർട്സ് കോമഡി ഹിന്ദി ചിത്രം നാളെ ആഗസ്റ്റ് 1 അമീർ ഖാൻ ടോക്കീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ആകുന്നതാണ്. സിനിമ ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും കൂടെ റിലീസ് ആകാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. 100 രൂപയാണ് സിനിമയുടെ വില. നാളെ മുതൽ സിനിമ 100 രൂപ കൊടുത്ത് യൂട്യൂബിലൂടെ കാണാവുന്നതാണ്. നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത സൂരി നായകനായ ഫാമിലി തമിഴ് ചിത്രമാണ് മാമൻ. മിക്സഡ് അഭിപ്രായം നേടി വിജയിച്ച ഈ സിനിമ അടുത്ത ആഴ്ച ആഗസ്റ്റ് 8 ZEE5ലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ആകും. ഗഡ്സ് എന്നൊരു ക്രൈം തമിഴ് ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഗസ്റ്റ് 1 10 കോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. പുതിയ ഡയറക്ട് OTT അമേരിക്കൻ റൊമാൻറ്റിക് ചിത്രമാണ് മൈ ഓക്സ്ഫോർഡ് ഇയർ. സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ആഗസ്റ്റ് 1 നാളെ ഉച്ചയ്ക്ക് 1:30 തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ആകും. അടുത്തതൊരു ഫാമിലി ഡ്രാമ കോമഡി ഹിന്ദി സീരീസ് ആണ് ബഗൈതി. ഈ സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഗസ്റ്റ് 1 ZEE5 ഹിന്ദി, തമിഴ്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. 2023 ഇറങ്ങിയ ആക്ഷൻ ഹൊറർ സയൻസ് ഫിക്ഷൻ ത്രില്ലർ കൊറിയൻ ചിത്രമാണ് പ്രൊജക്ട് സൈലൻസ്. സിനിമ ഇന്ന് ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മികച്ച അഭിപ്രായം നേടിയ ട്വിസ്റ്റഡ് മെറ്റൽ എന്ന പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് കോമഡി ആക്ഷൻ അഡ്വഞ്ചർ ഹോളിവുഡ് സീരീസിന്റെ 2ാമത്തെ സീസന്റെ എല്ലാ എപ്പിസോഡുകളും നാളെ ആഗസ്റ്റ് 1 സോണി ലിവിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസാകും. മികച്ച അഭിപ്രായം നേടി വിജയിച്ച സോംബി ആക്ഷൻ ഹോളിവുഡ് ചിത്രമാണ് 28 ഇയേഴ്സ് ലേറ്റർ. സിനിമ നേരത്തെ അറിയിച്ചതുപോലെ ഈ ആഴ്ച ആമസോൺ പ്രൈമിലൂടെ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. സ്കാർലെറ്റ് ജൊഹാൻസൺ അഭിനയിക്കുന്ന മിക്സഡ് അഭിപ്രായം നേടിയ വലിയ വിജയമായ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ ചിത്രം അടുത്ത ചൊവ്വാഴ്ച ആഗസ്റ്റ് 5 ആമസോൺ പ്രൈം, ആപ്പിൾ TV പ്ലസിലൂടെ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ആകും. ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് എന്നൊരു തെലുങ്ക് സീരീസിന്റെ ആദ്യ 3 എപ്പിസോഡ് ഇന്ന് ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ആയിട്ടുണ്ട്. മാളവിക മനോജൊക്കെ അഭിനയിച്ച ഒരു റൊമാൻറ്റിക് ഡ്രാമ തെലുങ്ക് ചിത്രമാണ് ഓ ബാമ അയ്യോ രാമ. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഗസ്റ്റ് 1 ETV വിൻ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ആകും. ഈ വർഷം ഇറങ്ങിയ DC-യുടെ സൂപ്പർ ഹീറോ ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമാണ് സൂപ്പർമാൻ. മികച്ച അഭിപ്രായം നേടിയ ഈ സിനിമ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ആഗസ്റ്റ് 26 വിദേശത്ത് OTT റിലീസ് ആകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന അൺഒഫീഷ്യൽ വിവരം. പവൻ കല്യാൺ നായകനായ മിക്സഡ് അഭിപ്രായം നേടിയ പാൻ ഇന്ത്യൻ പീരീഡ് ആക്ഷൻ തെലുങ്ക് ചിത്രമാണ് ഹരിഹര വീരമല്ലു. സിനിമ ആമസോൺ പ്രൈമിലൂടെ ആഗസ്റ്റ് മാസം അവസാന 10 ദിവസങ്ങളിലായിട്ട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ആകും. ആഗസ്റ്റ് മാസം 21 സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. വിജയ് സേതുപതി നായകനായ മികച്ച അഭിപ്രായവും കളക്ഷനും നേടി ഓടിക്കൊണ്ടിരിക്കുന്ന റൊമാൻറ്റിക് കോമഡി ആക്ഷൻ തമിഴ് ചിത്രമാണ് തലൈവൻ തലൈവി. ഈ സിനിമ ആഗസ്റ്റ് മാസം അവസാനത്തോടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആകുന്നതാണ്. ആഗസ്റ്റ് 22 ഈ സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്.
ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച ഐ ഡി ദ ഫേക്ക് എന്ന മലയാളം ത്രില്ലർ സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പ്രഖ്യാപനം ഇന്ന് സൈന പ്ലേയുടെ ഭാഗത്ത് നിന്നും പുറത്തു വന്നിട്ടുണ്ട്. സൈന പ്ലേ നേരത്തെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ട നടികർ, പെരുമാനി എന്നീ 2 സിനിമകളുടെ OTT റിലീസിന് ശേഷം സെപ്റ്റംബർ മാസത്തോടെ ഐ ഡി ദ ഫേക്ക് OTT റിലീസ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഏത് നേരത്താണാവോ എന്നൊരു മലയാളം സിനിമയും എസ്തർ അനിലൊക്കെ ചേർന്ന് അഭിനയിച്ച ശാന്തമി രാത്രിയിൽ എന്ന റൊമാൻറ്റിക് സിനിമയും സാഹസിക അഭിനയിച്ച ചിത്രമായ വാസന്തി നേരത്തെ വിദേശത്ത് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്ത കഥ പറഞ്ഞ കഥ, ദിലീഷ് പോത്തൻ അഭിനയിച്ച കോമഡി ചിത്രം മനസ വാച, നല്ല അഭിപ്രായം നേടിയ കോമഡി ചിത്രമായ വ്യസന സമേതം ബന്ധുമിത്രാദികള്, ഈ പറഞ്ഞ 6 മലയാളം ചിത്രങ്ങളും മനോരമ മാക്സിലൂടെ ആഗസ്റ്റ് മാസം OTT റിലീസ് ആകുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ഈ ലിസ്റ്റിൽ നിന്നും ഈ ആഗസ്റ്റ് മാസത്തെ എല്ലാ ആഴ്ചയിലും 1-2 വീതം സിനിമകളായിട്ട് മനോരമ മാക്സ് OTT റിലീസ് ചെയ്യുന്നതാണ്. ഇതിലെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ സിനിമയുടെ പുതിയ 2-3 കമ്മിങ് സൂൺ പോസ്റ്റർ ഈ ആഴ്ച മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വ്യസന സമേതം സിനിമയുടെ OTT റിലീസ് 2 ആഴ്ചക്കുള്ളിലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവസാനത്തെ അപ്ഡേറ്റ്, സുരേഷ് ഗോപി നായകനായ കോർട്ട് റൂം ഡ്രാമ മലയാളം ചിത്രമാണ് JSK. മിക്സഡ് അഭിപ്രായം നേടിയ ZEE5 OTT അവകാശം സ്വന്തമാക്കിയ ഈ സിനിമ ആഗസ്റ്റ് മാസം പകുതിയിലോ ആഗസ്റ്റ് 2ാം പകുതിയിലോ ഒക്കെ ആയിട്ട് OTT റിലീസ് ആകുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇപ്പം സിനിമയുടെ ഒരു റൂമർ OTT ഡേറ്റും കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമ ആഗസ്റ്റ് 14-ാം തീയതി ZEE5ലൂടെ OTT റിലീസ് ആകുമെന്നാണ്.